വാഹനങ്ങളില്ലാത്ത വീടുകൾ വളരെ വിരളമാണിന്ന്. അതേപോലെ തന്നെ നിർബന്ധമായും നിയമപരമായി എടുക്കേണ്ട ഒരു സാധനമാണ് വാഹന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മളുടെ വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുന്ന തരത്തിൽ, എന്നാലും രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള പ്രശ്നത്തിലൊക്കെ ചെന്ന് പെടാറുണ്ട്. അങ്ങനെ പെട്ടവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും വാഹന ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെയാണ് പോളിസി എടുക്കുന്നത്. എക്സ്പയർ ആകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ പോയിട്ടാണ് നമ്മൾ പലപ്പോഴും വാഹന ഇൻഷുറൻസ് പോളിസി വാങ്ങുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ചിന്തിക്കാതെയാണ് ഇൻഷുറൻസ് പോളിസി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ സാധാരണ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പഠിച്ച് അത് ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും നമ്മളുടെ ഉപയോഗത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങാറ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് വാഹന ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. പോളിസി എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് നമ്മളുടെ വാഹനത്തിൻ്റെ പഴക്കം, വാഹനം ഓടിക്കുന്ന നിരത്തുകളുടെ സ്വഭാവം, വാഹനം ഓടിക്കുന്ന ആളിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്തിട്ട് വേണം പോളിസി എടുക്കാൻ. വളരെ അപകടകരമായ ഒരു നിരത്തിലൂടെയാണ് നമുക്ക് ദിവസവും വാഹനം ഓടിക്കേണ്ടത് എങ്കിൽ നമ്മൾ ഫുൾ കവറേജ് തന്നെ എടുക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹൈവേയിലൂടെയും തിരക്കേറിയ സിറ്റികളിലൂടെയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും തട്ടൽമുട്ടലൊക്കെ പതിവാണ്. അപ്പോൾ ബമ്പർ ടു ബമ്പർ ഫുൾ കവറേജ് ഇൻഷുറൻസ് തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഹൈ റേഞ്ചിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിലൊക്കെ ഫുൾ കവറേജ് തന്നെ പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. ശാന്തമായ അപകടകരമല്ലാത്ത റൂട്ടുകളിൽ വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്താലും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഒന്നിലധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കാറും സ്കൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ തരത്തിലൊക്കെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറഞ്ഞ ചെലവ് വരുന്ന ഇൻഷുറൻസ് പോളിസികളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എക്സ്പയർ ആകുന്നതിൻ്റെ തലേ ദിവസം ഏജൻറ്റ് പറയുന്ന അല്ലെങ്കിൽ തരുന്ന പോളിസി വാങ്ങി പോരുന്നതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളതായിരിക്കണം ഒരു വാഹന ഉടമയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ട ഒരു കൺസ്യൂമർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തവണയെങ്കിലും വാഹന ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് വാഹന ഇൻഷുറൻസ് പോളിസി എടുക്കുക.